ഓക്കെ, ദൈവത്തിന് സ്തോത്രം. രാത്രി പിന്നെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ അടുത്ത് വരുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കാനുമായിട്ട് കർത്താവ് നൽകി തരുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ നീതീകരണം എന്നുള്ള വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ദൈവം പാപത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത് പാപത്തിൻ്റെ കോൺസിക്വൻസസ്, പാപത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. 2-3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ടിടയായിത്തീർന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത് എന്താണ്, പാപം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്നും മരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുവെന്നും അതുപോലെ നമ്മെ ശാപത്തിനടിമകളാക്കി തീർക്കുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് രാത്രി നമ്മൾ പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ചില ഫലങ്ങളൂടെ ഒരു 4 കാര്യങ്ങളൂടെ ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 4-മതായിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 4-മതായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പാപം നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മെ മൊത്തത്തിൽ ഒരാശയക്കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക കൺഫ്യൂഷനിലേക്ക് നമ്മളെ പാപം കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പം അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവം അവർക്ക് ദൈവത്തെക്കുറിച്ച് തന്നെ തന്നെക്കുറിച്ച് തന്നെയുള്ള വെളിപ്പാട് കൊടുത്തു. ദൈവത്തെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് ആ രീതിയിൽ ദൈവത്തെ ഉൾക്കൊള്ളാനും അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും അവർ തയ്യാറാകാതെ തങ്ങൾക്ക് തോന്നിയ രീതിയിൽ അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിൻ്റെ വഴികളെ വിട്ട് തങ്ങൾക്ക് ബോധിച്ച രീതിയിൽ അവർ ജീവിക്കുകയും ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്തു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പം അവരുടെ ബുദ്ധി പെർവേർട്ടഡായിപ്പോയി. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനും അവർ തയ്യാറല്ലാതിരുന്നുകൊണ്ട് അവരുടെ ബുദ്ധി എന്ത് ചെയ്തു, പെർവേർട്ടഡായിപ്പോയി. പിന്നെ അവർക്ക് എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ പിന്നെ അവർ ഉചിതമല്ലാത്തതാണ് ചെയ്യുന്നത്. ഇന്ന് മനുഷ്യൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. കാരണം പലപ്പോഴും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം, പക്ഷെ അത് വേണ്ട സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമുണ്ട്. പലപ്പോഴും പലതും ചെയ്ത് കഴിഞ്ഞിട്ട് പലപ്പോഴും പലതും പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് ബൾബ് കത്തുന്നത് അപ്പോഴാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം എന്നുള്ള റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയാത്ത ഒരു കണ്ടീഷനിലേക്ക് ഈ പാപം നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഇപ്പോൾ 2 പേര് തമ്മിലൊരു വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ വഴക്ക് 1 പറഞ്ഞ് 2 പറഞ്ഞിങ്ങനെ മൂർച്ഛിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആയിക്കഴിയുമ്പം സാധാരണ സംഭവിക്കുന്ന അതാണ്. അപ്പം ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി അവനോട് പറയുന്നു, മറ്റേ ആൾക്കിട്ട് ഒരെണ്ണം ഒരു തല്ല് കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ ഒക്കെ ആയിട്ട് പറയുന്നു. അപ്പോൾ അത് കേട്ട് അവനങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. അത് ആ കയ്യേറ്റത്തിലേക്ക് അടിപിടിയിലേക്കൊക്കെ ചെന്ന്
രണ്ടാമത്തെ വ്യക്തിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ ഉടനെ ഈ വ്യക്തിയുടെ മനസ്സ് ബുദ്ധി ഇവനോട് പറയുകയാണ്, വേഗം ഓടി രക്ഷപ്പെട്ടോ, കാരണം നീ ചെയ്തത് തെറ്റാണ്, നിയമപ്രകാരം നീ ചെയ്ത് തെറ്റാണ്, അതുകൊണ്ട് വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാനായിട്ട്. അപ്പോൾ ഈ തെറ്റാണ് എന്നുള്ള കാര്യം ആദ്യം എന്താ ഇവൻ്റെ ബുദ്ധി പറയാതിരുന്നത്? അപ്പം ഇതാ ഞാൻ പറയുന്നത്, വൈകിയേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ തലയ്ക്കകത്ത് ബൾബ് കത്തുള്ളൂ പലപ്പോഴും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ എന്തിൻ്റെ ഫലമായിട്ടുണ്ടായി? പാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായി. ബൈബിൾ ഈ കാര്യത്തെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്ന ചില ഭാഗങ്ങളൂടെ ഉണ്ട്. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ആവർത്തന പുസ്തകം അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സസ് 28 and 29, ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്, ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും, കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും, നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല, നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും, നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാവുകയുമില്ല. നോക്കിക്കേ, ഇവിടെ ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ നീ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാതിരുന്നാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, പാപം നമ്മുടെ മുകളിൽ ശാപം കൊണ്ടുവരുന്നു, കേഴ്സ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാപത്തിൻ്റെ ഫലമായിട്ട് വരുന്ന കേഴ്സുകളാണ്, ശാപങ്ങളാണ് അതിൻ്റെ 16-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് 28-ും 29-ഉം വാക്യങ്ങളിലാണ് നമ്മൾ വായിച്ചത്, നീ പാപം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ കൺഫ്യൂഷനായിരിക്കും. എന്താ ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മെച്യൂർ ഡിസിഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് കഴിയാത്ത രീതിയിൽ നമ്മുടെ റീസണിങ് ഫാക്കൽറ്റി എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി പെർവേർട്ടഡ്. നമ്മുടെ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? അത് വല്ലാത്ത അവതാളത്തിൽ കൺഫ്യൂഷനിലേക്കായി പോകുന്നു. എന്നിട്ട് 29-ാം വാക്യത്തിൽ പറയുക, കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ ഉച്ച സമയത്ത് തപ്പി നടക്കും. എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ഈ അവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കുരുടൻ, 2 അന്ധതമസിൽ. നമുക്കറിയാം, കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ തന്നെ ഇരുട്ടാണെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, നമ്മൾ തപ്പി തപ്പിയാണ് നടക്കുക. ഇനി കുരുടനും കൂടെ ആണെങ്കിലോ, കണ്ണിന് കാഴ്ചയും കൂടെ ഇല്ലെങ്കിലോ, അപ്പോൾ അത് കുറച്ചുകൂടെ ഡിഗ്രി കൂട്ടി പറഞ്ഞതാണ്, കുരുടൻ അന്ധതമസിൽ എന്ന പോലെ. എപ്പം? ഉച്ച സമയത്ത്. ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രകാശമുള്ള സമയമാണ് ഉച്ച സമയം. ആ ഏറ്റവും പ്രകാശമുള്ള സമയത്തും കുരുടൻ ഇരുട്ടിൽ തപ്പി നടക്കുന്ന പോലെ നീ തപ്പി നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൺഫ്യൂഷനായിരിക്കും ഉണ്ടാവുക. നീ പോകുന്നിടത്തെങ്ങും നിനക്ക് ഗുണം വരികയില്ല. എന്താ ഗുണം വരാത്തത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കറക്റ്റായിട്ട് എന്താ ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് എന്താ ഓരോ സ്ഥലത്തും പറയേണ്ടതെന്ന് അറിയില്ല. നീ എപ്പോഴും പീഡിതനും അപഹാരഗതനുമായിരിക്കും, നിന്നെ രക്ഷിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പോൾ ടോട്ടൽ കൺഫ്യൂഷനാണ് അവിടെ കാണുന്നത്, ടോട്ടൽ കൺഫ്യൂഷൻ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 59-ാം അധ്യായത്തിൻ്റെ 9 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പം ജനത്തിൻ്റെ അകൃത്യം, അവരുടെ പാപത്തിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 9-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു,
നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. നോക്കിക്കേ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇവർ പ്രകാശത്തിനായിട്ട്, വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു. പക്ഷേ അവർക്കത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ദേ വർ വാക്കിംഗ് ഇൻ ദ ഡാർക്ക്നെസ്. അവർ അന്ധകാരത്തിൽ, ഇരുട്ടിൽ നടക്കുന്നത് പോലെ ആകെപ്പാടെ കൺഫ്യൂഷനില്ല. അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് 10-ാം വാക്യം, ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു. ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, ഏതാണ് ശരിയായിട്ടുള്ള വഴിയെന്നറിയില്ല. തപ്പിത്തടഞ്ഞിങ്ങനെ പോകുന്നു. കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കുന്നു. സന്ധ്യാസമയത്തെന്ന പോലെ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ഇതൊക്കെ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ച അതേ ആശയങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. പറയുക, ഞങ്ങളെല്ലാവരും കരടികളെപ്പോലെ അലറുന്നു, പ്രാവുകളെപ്പോലെ ഏറ്റവും കുറുകുന്നു. എന്ന് വെച്ചാൽ വി ആർ സോ ഹെൽപ്ലെസ്. ഞങ്ങൾ ഭയങ്കര നിസ്സഹായാവസ്ഥയിലാണ്. പറയുക, ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുക, അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു, നേരിനെ കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതായി ദോഷം വിട്ടകലുന്നവർ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായ്ക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. ഇവിടെയൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത്, ദ സിൻ ഈസ് ബ്രിങ്ങിങ് ടോട്ടൽ കൺഫ്യൂഷൻ, അട്ടർ കൺഫ്യൂഷൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ പാപം കൊണ്ടുവരുന്നത് മൊത്തം കൺഫ്യൂഷനാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നറിയില്ല, എന്താ പറയേണ്ടതെന്നറിയില്ല, എപ്പോഴാണ് പറയേണ്ടതെന്നറിയില്ല, മൊത്തം കൺഫ്യൂഷനാണ്. അപ്പം ഈ ഒരു പ്രശ്നത്തിലേക്കാണ് പാപം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 4-ാമത് പാപത്തിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് അട്ടർ കൺഫ്യൂഷൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ കൺഫ്യൂഷനായി, മൊത്തത്തിലുള്ള ആശയക്കുഴപ്പം എന്ത് ചെയ്യുന്നു, പാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്ര. ഇപ്പോൾ ഇവിടെ പറയുക, 20-ാം വാക്യത്തിൽ പറയുക, ഈ സൃഷ്ടി എല്ലാ സൃഷ്ടി, കംപ്ലീറ്റ് സൃഷ്ടി, ഈ കംപ്ലീറ്റ് നേച്ചർ, ഈ ഭൂമി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് മൊത്തം കറപ്ഷൻ്റെ അല്ലെങ്കിൽ ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിലായിത്തീർന്നു. എന്നുവെച്ചാൽ വി നോ ദാറ്റ് ദിസ് യൂണിവേഴ്സ് ഈസ് നോട്ട് ഇറ്റേണൽ. അല്ലേ, ഈ പ്രപഞ്ചം അത് നിത്യമല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഏത് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഏത് സയൻസ് പഠിച്ചു കഴിഞ്ഞാലും എല്ലാം പറയുന്നത് വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ്, കുറേ വർഷങ്ങൾക്കകം നമ്മുടെ ഈ യൂണിവേഴ്സ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ സ്റ്റോപ്പ്, ഇത് എക്സിസ്റ്റ് ചെയ്യില്ല, പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈവൻ ദ എനർജി ഇൻ ദ സൺ ഈസ് റാപ്പിഡ്ലി ഡ്രെയിനിങ്. ഓക്കെ, ഈ സൂര്യനകത്ത് നമുക്ക് കിട്ടുന്ന ആ എനർജി ഉണ്ടല്ലോ, അത് വളരെ സ്പീഡിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻഡ് ഓഫ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഒരു
കോമ്പോണൻ്റ് പിന്നെ എക്സിസ്റ്റ് ചെയ്യില്ല. സോ ലൈക്ക് വൈസ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം പല നക്ഷത്രങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്ത് ഇറ്റ് വിൽ ബിക്കമിങ് എന്താണ് ബ്ലാക്ക് ഹോൾസ് അല്ലേ. എൻ്റെ മലയാളത്തിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ഹോൾസ് ആയിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ എന്താ സംഭവിക്കുന്നത്, ദ ടോട്ടൽ എനർജി ഓഫ് ദിസ് യൂണിവേഴ്സ് ഈസ് റാപ്പിഡ്ലി ഡ്രെയിനിങ് ഓഫ്. അപ്പം ഈ പ്രപഞ്ചത്തിലെ ഊർജ്ജം മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സപ്ലൈ ഓഫ് എനർജി കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലൈ ഓഫ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് എന്താണ് യൂസബിൾ എനർജി, നമുക്ക് ഉപയോഗിക്കാവുന്ന എനർജി ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് ഉപയോഗിക്കാവുന്ന എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പം ഈ പ്രപഞ്ചം മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കറപ്റ്റ് അല്ലെങ്കിൽ ദ്രവത്വത്തിന്, അതിൻ്റെ ദാസ്യത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം പാപം ചെയ്തുകൊണ്ടാത്. കാരണം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കിയപ്പോൾ ദൈവം മനുഷ്യനെ ഇറ്റേണലി ഇവിടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദമിനെ ദൈവം ഇവിടെ ആക്കിയത്. പക്ഷെ വൺസ് അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്ത് പറ്റിയത്, ഈ പ്രശ്നം ഉണ്ടായത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മുള്ളും പറക്കാരയും അതിൽ നിന്ന് നിനക്ക് മുളയ്ക്കും. അപ്പം നിലത്തുനിന്ന്, ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരയും മുളയ്ക്കും. മുള്ളും പറക്കാരയും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ആർ യൂസ്ലെസ് ഫോർ അസ്, നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല. അപ്പം എപ്പോഴും അത് നമ്മൾ കളകൾ അല്ലെങ്കിൽ വീഡ്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ ചേർക്കുന്നത്. സോ അത് നിലത്തെ എന്ത് ചെയ്യാണ്, ഫ്യൂട്ടൈലാക്കി കളയുക, നിഷ്ഫലമാക്കി കളയുക ചെയ്യുന്നത്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് പാപനിമിത്തമാണ് സംഭവിച്ചത്. കാരണം അത് ആർക്കും, ഒരു ജീവജാലങ്ങൾക്കും പ്രയോജനമില്ലെന്ന് മാത്രമല്ല, നിലത്തിൻ്റെ വളക്കൂർ, അതിൻ്റെ അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാപം മൂലം, മനുഷ്യൻ്റെ പാപം മൂലം ഈ പ്രപഞ്ചത്തിന് തന്നെ മൊത്തത്തിൽ എന്തുണ്ടായി, ആകെപ്പാടെ പ്രശ്നത്തിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബിക്കോസ് ഓഫ് സിൻ വി ആർ ഇൻ അട്ടർ കൺഫ്യൂഷൻ, നമ്മൾ മൊത്തത്തിൽ എന്തായി, കൺഫ്യൂഷനിലേക്ക് പോയി. രണ്ടാമത്, ഈ പ്രപഞ്ചം മൊത്തത്തിൽ എന്തായി, ഫ്യൂട്ടിലിറ്റിക്കും കറപ്ഷനും അടിമകളായിട്ട് മാറി, ആ ഒരു രീതിയിലേക്ക് മാറി. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഐ തിങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ആക്സസ് ടു ഗോഡ് ഈസ് ഡിനൈഡ്. ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു അല്ലേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ, അതിനു മുമ്പ്, ആ വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് എന്താണ്, അതിൻ്റെ 8-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, വെയിലാറിയപ്പോൾ, അതായത് ഇവർ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പം പറയുകയാണ്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഓക്കെ, അപ്പം പാപം ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ, ദേ ആർ അഫ്രൈഡ് ഓഫ് ഗാഡ്. അവർക്ക് ദൈവത്തെ ഇപ്പോൾ പേടിയാണ്. എന്താ പേടിയുടെ കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവർക്കറിയാം അവരുടെ പാപം, അതിന് ശിക്ഷയുണ്ടെന്ന് അവർക്കറിയാം. ഇറ്റ് ഈസ് പനിഷബിൾ. അപ്പം ഇവർ ഈ പാപവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓൾവേസ് ദെയർ സ്പിരിറ്റ്, ദെയർ ഇന്നർ ബീയിങ് ഈസ് എന്താണ്, അതവരെ ഇങ്ങനെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ഹിൻഡർ ചെയ്തുകൊണ്ടിരിക്കുക, ബിക്കോസ് ഓഫ് ദിസ് നെഗറ്റീവ് ഫിയർ. ഓക്കെ, ഇന്ന് ലോകത്തിലെ മിക്കവാറും 99% മനുഷ്യർക്കുള്ളൊരു പ്രശ്നം ഇതാണ്. ദേ ആർ എഫ്രൈഡ് ഓഫ് ഗാഡ്. അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ദേ ഫീൽ ദാറ്റ് വി ആർ വർക്ക്ലെസ് ടു അപ്രോച്ച് ഗോഡ്. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള യോഗ്യതയില്ല എന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. ദറ്റ് ഈസ് ട്രൂ.
നമുക്ക് സ്വയമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറ്റില്ല. വൈ? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ സിൻ. അത് നമ്മുടെ പാപം മൂലം ഉണ്ടായ പ്രശ്നമാണത്. ഓക്കെ, അപ്പം ഈ പാപം മൂലം എന്തായി, ദൈവവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. അപ്പോൾ ദൈവം ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്തിനാ പുറത്താക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദേഷ്യം തീർക്കാനല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് നമ്മളോടെന്തോ ദേഷ്യമുണ്ട്, ദൈവം നമ്മളോട് ദേഷ്യം തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ഗോഡ് ഈസ് ടേക്കിംഗ് റിവഞ്ച് അപ്പോൺ അസ്, അല്ലേ, നമ്മളോട് ദൈവം പ്രതികാരം ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. സത്യം അതല്ല. കാരണം മക്കളെ, ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മളോട് പ്രതികാരം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നിൽക്കാനായിട്ട് പോലും പറ്റില്ലെന്നുള്ളതാണ്. കാരണം ബൈബിളിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെയൊക്കെ കയ്യിലിരിപ്പിനനുസരിച്ച് ദൈവം നമ്മളോട് ചെയ്യുകയാണെങ്കിൽ നമ്മളാരും ജീവനോടെ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കാരണം ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. കാരണം ഡെലിബറേറ്റ്ലി കള്ളം പറഞ്ഞ അനന്യാസ്, സഫീറ എന്ന് പറയുന്ന 2 പേര്, അവർ ഓൺ ദ സ്പോട്ട് ഹാർട്ട് അറ്റാക്ക് എങ്ങാണ്ട് വന്ന് വീണ് മരിക്കുകയാണ് ചെയ്തത്. ആക്ട്സ് ചാപ്റ്റർ 5 അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര കള്ളം പറയുന്നു, എന്നിട്ട് നമ്മളൊക്കെ എപ്പോഴും ജീവനോടിരിക്കുന്നില്ലേ? അന്നത്തെ പോലെ ദൈവം ഇടപെടുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സഭായോഗങ്ങൾക്കൊക്കെ ശവമടക്കാൻ മാത്രമേ നേരം കാണുകയുള്ളൂ. കാരണം നമ്മൾ സഭായോഗത്തിനൊക്കെ വന്നിട്ട് എന്തെല്ലാം നുണയാണ് പറയുന്നത്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിശ്വാസികൾ കള്ളം പറയാറില്ല, പലപ്പോഴും സഭായോഗത്തിന് വന്നിട്ട് കള്ളം പാടാറേ ഉള്ളൂ. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് പാടാനായിട്ടുള്ള യോഗ്യത നമുക്ക് പലപ്പോഴും ഇല്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും, അപ്പോൾ ദൈവം നമ്മളോടൊരിക്കലും പ്രതികാരം ചെയ്യുന്നു നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ദൈവം ഒരിക്കലും നമ്മളോട് ദൈവം അങ്ങനത്തെ ഒരു ചീപ്പ് ഗോഡാന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഈ എന്താണ്, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാടാന്നും പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ദൈവമല്ല അവൻ. അപ്പോൾ നമുക്ക് മാനസാന്തരപ്പെടാനായിട്ടും ദൈവവുമായിട്ടുള്ള എന്താണ് ശരിയായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ദൈവമാണ്. ബട്ട് ഇഫ് യു സ്റ്റിൽ റിഫ്യൂസിങ് ഇറ്റ്, നമ്മളത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ടത് നിരസിക്കുക, നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴിക്കൂടെ തന്നെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി വി വിൽ ബി റീച്ചിങ് സംവെയർ എൽസ്. അത് വേറെ പ്രശ്നം, അത് നമ്മൾ പോയ വഴിയുടെ പ്രശ്നമാണ്, ദൈവത്തിൻ്റെ കുഴപ്പമല്ല അത്. ഓക്കെ, ദൈവം ഒരിക്കലും നമ്മളെ ആ വഴി കൂടെ പോയിട്ട് നശിക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഗോഡ് ഈസ് ഓൾവേസ് കോളിങ് അസ് ബാക്ക്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം ഒരിക്കലും പ്രതികാരം ചെയ്യുന്ന അല്ലെങ്കിൽ റിവഞ്ച് എടുക്കുന്ന ദൈവം അല്ല അവൻ. അൾട്ടിമേറ്റ്ലി നമ്മൾ പോകുന്ന വഴി നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് പല പ്രശ്നങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം ഇവരെ എന്ത് ചെയ്തു? തോട്ടത്തിന് പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? ദൈവത്തിന് ദേഷ്യം വന്നുകൊണ്ടാണോ? അല്ല, ആക്ച്വലി ദൈവം അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്താ നമ്മളിവിടെ വായിച്ചത്? ഇപ്പം അവർ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നു. അതായത് ദൈവം പറഞ്ഞ കൽപ്പന അവർ ലംഘിച്ചു, അവർ പാപികളായി. ഇനി ഈ പാപികൾ എന്നുള്ള അവസ്ഥയിൽ ഇവർ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്നിട്ട് അവർ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ അതവർ പറിച്ച് തിന്നിരുന്നെങ്കിൽ
ഈ റിഡംഷൻ എന്ന് പറയുന്ന പരിപാടി ഇമ്പോസിബിൾ ആകും. കാരണം ആ സാധനം അതിനകത്ത് പെർമനൻ്റ്ലി ഇൻസ്റ്റാൾഡ് ആകും. എന്താ, ഈ പാപം എന്ന് പറയുന്ന ആ പ്രശ്നം അവിടെ ജീവിതത്തിൽ പെർമനൻ്റ്ലി ഇൻസ്റ്റാൾഡ് ആകുമായിരുന്നു. അതാ പ്രശ്നം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് ദൈവം അവരെന്ത് ചെയ്തത്, തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞോടുകൂടെ അവർ ദൈവത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു, ദൈവവുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് പാപം കൊണ്ടുവന്ന അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. ആക്സസ് ടു ഗാഡ് ഈസ് ഡിനൈഡ്. പാപം നമ്മളെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിച്ഛേദിക്കുന്നു. അതാണ് പ്രശ്നം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അവസാനത്തെ ഭാഗം അതുകൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, പാപം നമ്മളെ ശിക്ഷയ്ക്ക് യോഗ്യരാക്കി തീർക്കുന്നു. ഓക്കെ, നമുക്കറിയാം വയലേഷൻ ഓഫ് ലോ ഈസ് ക്രൈം ആൻഡ് ക്രൈം ഈസ് പനിഷബിൾ. നിയമലംഘനം അത് കുറ്റമാണ്, കുറ്റം ശിക്ഷാർഹമാണ്. ദറ്റ് ഈസ് ദ ജസ്റ്റിസ്. അതാണ് നീതി എന്ന് പറയുന്നത്. അപ്പം റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായിത്തീർന്നു. അപ്പം ഏകൻ, അതായത് ആദം പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാവരുടെയും പിതാവാണ് അവൻ എന്നുള്ളത് കൊണ്ട് ആ സകല മാനവജാതിയും, ഓൾ മാൻകൈൻഡ്, അവരുടെ മേൽ എന്ത് ചെയ്തു, ഒരു പനിഷ്മെൻ്റ് ഡിക്ലെയർ ചെയ്യപ്പെട്ടു, ശിക്ഷാവിധി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ അതാ പറഞ്ഞത്, ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായിത്തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായിത്തീർന്നു. 17-ാം വാക്യം, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തമാണോ എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ അവിടെയും ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണു. ഇനി 18-ാം വാക്യത്തിൽ, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. അപ്പം ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും എന്തു വന്നു, ശിക്ഷാവിധി വന്നു. അപ്പം ഇതാണ് പാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, പാപം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് കൊണ്ടുവന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലേ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ നീതീകരണത്തിൻ്റെ ആ വലിപ്പവും മഹത്വവും, അത് നൽകത്തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ മഹത്വവും അളവില്ലായ്മയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് ഗാഡ്സ് ലവ് ഈസ് ആൻ അൺലിമിറ്റഡ് ലവ്. ദൈവം നമ്മളെ സ്നേഹിച്ചത് എന്താണ്? വിതൗട്ട് എനി ബൗണ്ടറീസ് അല്ലെ? അതാണ് ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത്. അതത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ വലിപ്പവും മഹത്വവും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾ അകപ്പെട്ടിരുന്ന ആ പ്രശ്നം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിൽ നിന്ന് സൗജന്യമായിട്ട് നമ്മളെ വിടുവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ ആ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ആ നീതീകരണം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ദൈവം നമ്മളെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വലിയൊരു ബ്ലെസ്സിങ്, അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 3 ക്ലാസ് കൊണ്ട് നമ്മൾ ചെയ്തത് ആ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ദീസ് 3 classes are not meant for filling your minds with guilty conscience.
നിങ്ങളുടെ മനസ്സിനകത്ത് കുറ്റബോധം നിറയ്ക്കാനായിട്ടുള്ള ക്ലാസ്സുകളല്ല ഇത് നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരിക. നമ്മളെവിടെ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക ചെയ്തത്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നമുക്കിതിനകത്തു നിന്നെല്ലാം ദൈവം എന്ത് തന്നു? വിടുതൽ തന്നു എന്നുള്ളതാണ്. ദറ്റ് ഈസ് ദ മാർവലസ് വണ്ടർഫുൾ ലവ് ആൻഡ് മെസ്സേജ് ഓഫ് ഗാഡ്. അതാണ് ആ ദൈവം നൽകിയിരിക്കുന്ന സുവിശേഷം എന്ന സന്ദേശത്തിൻ്റെ വലിപ്പവും മാഹാത്മ്യവും മനോഹാരിതയും എന്ന് പറയുന്നത്. നമ്മളീ പറഞ്ഞ എല്ലാ കോൺസിക്വൻസസിൽ നിന്നും ദൈവം നമ്മളെ ഒറ്റ പ്രവൃത്തിയിലൂടെ ദൈവം നമ്മളെ വിടുവിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണത് വിടുവിച്ചത്? ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്? കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സുകളിൽ നമ്മളത് ചിന്തിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ദൈവവുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് മുൻപ് we were helpless and we were wretched. We were deprived of all spiritual faculties and all spiritual blessings, and even we were in utter confusion. അല്ലെ, നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡായി, നിസ്സഹായരായി, നിരാശരായിട്ട് നമ്മുടെ ജീവിതം തന്നെ ശരിക്കും ഇറ്റ് വാസ് എ ടോട്ടൽ ഷാവേഴ്സ്. അല്ലേ, മൊത്തത്തിലൊരു കൺഫ്യൂഷനായിട്ട് നിന്നിരുന്ന സ്ഥാനത്തുനിന്ന് ദൈവം നമ്മളെ അതിനകത്ത് നമ്മളെ മാറ്റി. അവൻ നമ്മുടെ ജീവിതത്തിൽ ആ നീതീകരണം എന്ന അനുഗ്രഹം നമുക്ക് തന്നു. അതിൻ്റെ വിശദാംശങ്ങളായിരിക്കും അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഒക്കെ ഞാനിവിടെ നിർത്തുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. ഇത്ര വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു എന്നുള്ളതും, അതും തികച്ചും സൗജന്യമായിട്ടാണ് അവൻ വിടുവിച്ചത് എന്നുള്ളതും ഒക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കും. ഒക്കെ ഞാൻ രാത്രി ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.